ആ പദവിയിലിരിക്കുമ്പോൾ ക്ഷമിക്കണം, പൊറുക്കണം, സഹിക്കണം. എന്താ ഓനങ്ങനെ കിട്ടാം, എന്താ ബനെങ്ങനെ കിട്ടാം, ഓനെന്താ എനിക്ക് ലേശം തന്നൂടെ എന്നൊക്കെ ചോദിച്ചാൽ പോയി. ഓനെന്താ എനിക്ക് ലേശം തന്നൂടെ എന്ന് ചിന്തിക്കുന്ന ഫക്കീർ ഇവിടെ ഫുക്കറാകുന്ന തന്നെ മഹത്വത്തിൽ പെടൂല. ഓ കൈ കാട്ടണ ഫക്കീർ പാടിലേ പെടുള്ളൂ. കൈ കാട്ടണ ഫക്കീർ അല്ല ഇവിടെ നമ്മൾ പറയണ ഫക്കീർ. ഞാനൊരു ഫക്കീറാണ്, മിസ്കീനാണ് എന്ന് പറയുന്ന ഫക്കീറല്ല. കൈ കാണിക്കാത്ത നിലയിൽ അവർക്ക് ഫഖറുണ്ട്, അവർക്ക് ആവശ്യമുണ്ട്, ദരിദ്രരാണ് അവർ, അവർക്ക് ജീവിക്കാൻ വഴിയില്ല. അൽ മുഹാജിരീന, അവർ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിനു വേണ്ടിയിട്ട് നാടും വീടും വെടിഞ്ഞു പോന്നവരാണ്. കേവലം ഒറ്റക്ക് വെടിഞ്ഞു പോകുന്നവരല്ല. അതെന്നെ വലിയ പൗറ. ഒറ്റക്ക് വെടിഞ്ഞിട്ട് എനിക്ക് ഇവിടെ ജീവിക്കാൻ കഴിയില്ല എന്ന് കാണുമ്പോൾ ദീന് രക്ഷപ്പെടുത്താൻ വേണ്ടി മറ്റൊരു നാട്ടിലേക്ക് പോവുക. നമ്മൾ എവിടെയോ ചെന്ന് വീടെടുത്ത് നോക്കുമ്പോൾ ചുറ്റോറം വന്നത് മറ്റേ കൗമ, നമ്മളെ എതിർക്കുന്ന ഒരു കൗമും നമ്മളെ സഹിച്ചുകൂടാത്തൊരു കൗമും. അങ്ങനെ തോന്നുന്ന ഒരാൾക്ക് ദീനിയായി ജീവിക്കാനോ മക്കൾക്ക് വിദ്യാഭ്യാസം നൽകാനോ മദ്രസ പോക്കാനോ ഒന്നും കഴിയില്ല എന്ന് തോന്നിയിട്ട് അവിടെ നിന്ന് അവൻ അതിന് സൗകര്യമുള്ളൊരു സ്ഥലത്തേക്കോ നാട്ടിലേക്കോ പോവുകയാണെങ്കിൽ ജന്മനാടിൽ നിന്ന് പോകുന്നത് വിശേഷിച്ചു ഹിജറയാണ്. ഇതൊക്കെ നമുക്ക് ഹിജറന്റെ ലേശം പുണ്യം കിട്ടണതാണ്. ഇതിനൊക്കെ ഹിജറ എന്നറിയാം. ഇങ്ങനെയുള്ള ഹിജറ അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി മക്കയിൽ നിന്ന് അവരുടെ ഉടലിൽ അലിഞ്ഞു ചേർന്നതായ രാജ്യത്തിൽ നിന്ന്, കഅബയുടെ പരിസരത്തിൽ നിന്ന്, മസ്ജിദുൽ ഹറാമിൽ നിന്ന്, അള്ളാഹുവിന്റെ മണ്ണിലെ ഭൂമി മണ്ണിലെ ഏറ്റവും പവിത്രമായ പ്രദേശത്ത് നിന്ന് വളരെ ദുരിതം പിടിച്ച, കാലാവസ്ഥ കൊണ്ട് വളരെ മോശമുള്ള, ജീവിക്കാൻ വളരെ ദുർഘടം പിടിച്ച നാട്ടിലേക്ക് അഭയാർത്ഥികളായി ചെന്നുവരുവാണ് അവർ. 2, കേവലം അഭയാർത്ഥികളായി സ്വയം അവരുടെ രക്ഷക്കോ ദീനിനോ പോയവർ മാത്രമല്ല, അല്ലദീന ഉഖ്രിജൂ മിൻ ദിയാരിഹിം വ അംവാലിഹിം, അവർ ജനിച്ചു വളർന്നതായ വീടുകളിൽ നിന്നും അവർക്ക് അല്ലാഹു സ്വന്തമായി കൈകാര്യം ചെയ്യാൻ വേണ്ടി നൽകിയിട്ടുള്ള മുതലുകളിൽ നിന്നും, ഇത് രണ്ടിൽ നിന്നും ബലാത്കാരമായി പുറത്താക്കപ്പെട്ടവരാണ് അവർ. മറ്റുള്ളവരാൽ പുറത്താക്കപ്പെട്ടവർ. ഇത് 3ാമത്തെ സ്ഥാനമാണ്. ഹിജറ സ്വമേധയാ പോരാം. സ്വമേധയാ ഹിജറ പോകുന്നതിലുപരി നിർബന്ധിതമായിട്ട് ഹിജറ പോരേണ്ടി വന്നു. അവനവന്റെ വീട്ടിൽ താമസിക്കാൻ അനുവദിക്കുന്നില്ല, അവനവന്റെ മുതൽ ചെലവഴിക്കാനും അനുവദിക്കുന്നില്ല. മുതലുള്ള ഒരാൾക്ക് തന്നെ തന്റെ ഇഷ്ടം പോലെ ചെലവഴിക്കാൻ പറ്റാത്ത വിധം, തടയപ്പെടുന്ന വിധം വളരെ ക്ലേശിപ്പിച്ച് ബുദ്ധിമുട്ടിച്ചിട്ട് ഉന്തി തള്ളി പുറത്താക്കിയതാണ് മക്കയിലെ മുശ്രിക്കുകൾ. അങ്ങനെ ബലാത്കാരമായി പുറത്താക്കപ്പെട്ട വിഭാഗം. 3ാമത്തെ പദവി. യബ്തഗൂന ഫളലൻ മിനല്ലാഹി വറിദ്വാനാ, എന്നാൽ ഇവർ പുറത്താക്കപ്പെട്ടപ്പോഴും സ്വന്തമായി ഹിജറ പോരുമ്പോഴും പോന്ന് മദീനത്ത് താമസിക്കുമ്പോഴുമെല്ലാം അതിന്റെ പേരിൽ ക്ലേശിച്ച് നിൽക്കുന്നവരല്ല, പ്രയാസപ്പെട്ട് നിൽക്കുന്നവരല്ല, എന്റെ നാടോ വീടോ നന്ന് കരയുന്നവരുമല്ല. അവരുടെ അപ്പോഴത്തെയും എപ്പോഴത്തെയും നിലപാട് യബ്തഗൂന ഫളലൻ മിനല്ലാഹി വറിദ്വാന. അല്ലാഹു വ്യക്തമാക്കുന്നത് ശ്രദ്ധിക്കണം. യബ്തഗൂന, അവർ തേടുന്നത് ഈ ഹിജറ കൊണ്ടായാലും മറ്റുള്ളവരാൽ മർദ്ദിച്ചിട്ട് ആട്ടി പുറത്താക്കപ്പെട്ടാലും അതുകൊണ്ടെല്ലാം അവർ ലക്ഷ്യമാക്കുന്നത് ഫളലൻ മിനല്ലാഹ്, അല്ലാഹു ഓശാരമായി ഔദാര്യമായി നൽകുന്നതായ ആഖിറത്തിലെ പുണ്യമാണ്. ഇത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലാഹു ഔദാര്യമായി നൽകുന്ന പുണ്യം. നമ്മൾ നിസ്കരിച്ചിട്ടല്ലേ സ്വർഗം, നമ്മൾ നോൻപ് വെച്ചിട്ടല്ലേ സ്വർഗം, നമ്മൾ അമൽ ചെയ്തിട്ടല്ലേ സ്വർഗം എന്ന് ചിന്തിക്കുന്നവരാണ് കർമ്മത്തിന് വലിയ സ്ഥാനം നൽകുക. കർമ്മം നിസ്സാരമാക്കാൻ പറയുന്നതല്ല ഞാൻ. പക്ഷെ അവനവൻ കർമ്മത്തെ വലുപ്പം വെക്കരുത്. അവനവന്റെ കർമ്മത്തെ അവനവൻ വലുപ്പമാക്കി കാണിച്ചാൽ വലിയ പാപത്തിൽ പെട്ടുപോകും. ഞാനൊരു നിസ്കാരം നിസ്കരിച്ചിട്ട് ഞാൻ നിസ്കരിച്ചല്ലോ എന്ന് തോന്നിയാൽ ആ നിസ്കാരത്തെ പറ്റി അവൻ ആ വിചാരിച്ച വിചാരം മഹാപാപമായി മാറും. എടുത്ത പുണ്യത്തെക്കാൾ വലിയ കബീറത്തായ പാപമായി മാറും. ഇതിനാ ഉജൂബ് എന്നറിയില്ലേ? ഇങ്ങനെയുള്ള ആളുകൾക്കാണ് അവനവൻ ചെയ്ത കർമ്മം കൊണ്ടാണ് ഈ ഔദാര്യങ്ങളും സ്വർഗങ്ങളും ഒക്കെ കിട്ടുന്നത് എന്ന് മോഹിക്കുക. പലപ്പോഴും നിങ്ങളോട് 500 കൊല്ലം വിഭാഗത്തൊരുത്ത ഒരാളുടെ കഥ പറയാറില്ല നിങ്ങൾ? അത്തരത്തിലുള്ള ചില മനുഷ്യന്മാർ നമ്മളെ കൂട്ടത്തിലൊക്കെ ഉണ്ടാവും. അത് എല്ലാ വിഭാഗത്തിലുണ്ട്. മൊത്തത്തിൽ ആ തരം ചിന്തയാണ് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൽപ്പെട്ട വിശ്വാസക്കാരല്ലാത്തവരൊക്കെ ഈ ലോകത്ത് പകർന്നു നൽകുന്നത്. അഹ്ലുസുന്നത്ത് പ്രത്യേകമായി തന്നെ പഠിപ്പിക്കുന്നത് സ്വർഗം അല്ലാഹു തആല ആർക്കും കൊടുക്കൽ നിർബന്ധമല്ല, നരകം അല്ലാഹു തആലക്ക് ആർക്കും കൊടുക്കും ചെയ്യാം. 5 വക്ത് നിസ്കരിച്ച് നല്ലപോലെ ചേർക്ക് നടന്ന മനുഷ്യനെ കൊണ്ടേറ്റ് നരകത്തേക്ക് വലിച്ചു കെട്ടിയിട്ടുണ്ട് എറിഞ്ഞാൽ ആർക്കും അതിനെ ചോദ്യം ചെയ്യാനും വയ്യ. അത് അനീതിയാണ് എന്ന് പറഞ്ഞാൽ അവൻ കാഫിറായി. അത് അനീതിയാണ് എന്ന് അല്ലാഹുവിന്റെ അടിയാനെ വലിച്ചെറിയുന്നത് അനീതിയാണ് എന്നൊരു മനുഷ്യന് തോന്നിയാൽ അവൻ കാഫിറാകും. ആ വിധത്തിൽ
അള്ളാഹുവിന് ഇഷ്ടം പോലെ തന്റെ അടിയങ്ങളെ ചെയ്യാൻ പറ്റുമെന്നും സ്വർഗം നൽകുന്ന ആളുകൾക്ക് അള്ളാഹു ഓശാരമായി നൽകുന്നതാണെന്നുമുള്ള വിശ്വാസമാണ് അഹ്ലുസുന്നത്ത് പഠിപ്പിക്കുന്നത്. ഇതന്നെ അള്ളയും മുഹാജിറുകളെ പറ്റി പറയുന്നത്. യബ്തഗൂന, അവരുടെ കർമ്മങ്ങൾ കൊണ്ടും അവർ ചെയ്ത സേവനങ്ങൾ കൊണ്ടും അവർ തേടുന്നത് ഫളുലം മിനല്ലാഹ്, അള്ളാഹുവിൽ നിന്നും ഓശാരമായി കിട്ടുന്ന ആഖിറത്തിലെ പുണ്യമാൻ. അമല് കൊണ്ട് കിട്ടുന്നതല്ല, കർമ്മം കൊണ്ട് കിട്ടുന്നതല്ല, കർമ്മഫലത്തെയല്ല. ഇത് പഠിപ്പിക്കാൻ പാടില്ല. കർമ്മഫലമാണ് സ്വർഗം എന്നൊക്കെ അങ്ങനെയല്ല. പാഠം തന്നെ തെറ്റിപ്പോവും. അവനവന്റെ സത്കർമ്മങ്ങളുടെ ഫലം പറഞ്ഞേക്കാന്ന് മാത്രം. സത്കർമ്മങ്ങൾ മൂലമായി അള്ളാഹു നൽകുന്നതാണ് എന്ന് അള്ളാഹ് ഓഫർ ചെയ്തത് കൊണ്ട്, അങ്ങനെ ഓഫർ ചെയ്തത് കൊണ്ടാണ് അത് വരുന്നത്. ഓഫർ ഇല്ലെങ്കിൽ ഒരു പ്രശ്നമല്ല. ആ ഓഫർ പ്രകാരം വേണമെങ്കിൽ ആലങ്കാരികമായി പറയാമെന്നല്ലാതെ സത്യത്തിൽ അള്ളാഹു നൽകുന്നത് ഓശാരം. അപ്പൊ ഓശാരമായി കിട്ടുന്ന പുണ്യത്തെ തേടുന്നവർ വരിളുവാന, ആ സൗകര്യത്തെക്കാളുപരി അള്ളാഹുവിന്റെ പൊരുത്തത്തെയും തേടുന്നവർ. ഇത് രണ്ടും വലിയ കാര്യമാണ്. സ്വർഗം കിട്ടുന്നതല്ല വലിയ ലക്ഷ്യം. സ്വർഗം കിട്ടുന്നതിനേക്കാൾ വലിയ ലക്ഷ്യം സ്വർഗത്തിൽ അള്ളാഹു പ്രവേശിച്ച ആളുകളെ അള്ളാഹു പൊരുത്തപ്പെട്ടു എന്നുള്ളതാ. വരിളുവാനും മിനല്ലാഹി അക്ബർ, അള്ളാഹുവിൽ നിന്നുള്ള ഒരു ചെറിയ പൊരുത്തം കിട്ടിയാൽ അക്ബർ, അതാണ് സ്വർഗത്തിലെ മുഴുവൻ സൗകര്യങ്ങളെക്കാളും വലുത് എന്ന് അള്ളാഹ് തന്നെ പറഞ്ഞ പൊരുത്തം. ഈ പൊരുത്തവും അവരാഗ്രഹിക്കുന്നു. 4, വയൻസുറൂനല്ലാഹ വറസൂലാ, അള്ളാഹുവിനെയും റസൂലിനെയും എവിടെ സഹായിക്കണമോ അവരെവിടെ സഹായിക്കാൻ തയ്യാറായി സഹായിക്കുകയും ചെയ്യുന്നു. 5, ഉലൈക ഹുമുസ് സ്വാദിഖൂൻ, ഇങ്ങനെയുള്ള ഗുണങ്ങളൊക്കെ സമ്മേളിച്ച ഈ മുഹാജിറുകളിലെ ഹുമുസ് സ്വാദിഖൂൻ, അവർ മാത്രമാണ് ശരിക്ക് സത്യസന്ധർ. വിശ്വാസത്തിലും സത്യം പുലർത്തിയവർ, കർമ്മത്തിലും സത്യം പുലർത്തുന്നവർ, വാക്കിലും സത്യം പുലർത്തുന്നവർ, പ്രവൃത്തിയിലും സത്യം പുലർത്തുന്നവർ, വിചാരത്തിലും സത്യം പുലർത്തുന്നവർ, എല്ലാറ്റിലും സത്യവാന്മാർ അവർ മാത്രമാകുന്നു. അപ്പൊ എല്ലാറ്റിലും സത്യവാന്മാരായിട്ടുള്ളവർ എന്നും 6ാമത്തൊരു ഗുണം. ഇത് ഇതേപോലെ മുഹാജിറുകളെ പറഞ്ഞിട്ട് അല്ലാഹ് പറയുന്നു, വല്ലദീന തബബ്ബഉദ്ദാറ വല്ലീമാന മിൻ ഖബ്ലിഹിം യുഹിബ്ബൂന മൻ ഹാജറ ഇലൈഹിം വലാ യജിദൂന ഫീ സുദൂരിഹിം ഹാജതൻ മിമ്മാ ഊതു വയൂസിറൂന അലാ അൻഫുസിഹിം വലൗ കാന ബിഹിം ഖസാസ വമൻ യൂഖ ശുഹ്ഹ നഫ്സിഹി ഫഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. ഇത് അൻസാറുകളെ. പള്ളിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഇരുത്തം, വെറുതെ ആവൂലല്ലോ. ഇനി നമ്മൾ ഇവിടുന്ന് നീച്ചു പോയി എവിടെ ഇരിക്കുന്നതിനേക്കാളും പുണ്യമുള്ള സ്ഥലത്താണ് നമ്മൾ ഇരുത്തം. അപ്പൊ എത്തിക്കാവും വിചാരിച്ചാ ഇരുത്തിരുന്നാൽ കുറച്ച് നേരം ഇങ്ങനെ ഇരുന്നാലേ നമ്മൾ നമ്മക്കാരാവതിരിങ്ങളോട് എത്തുള്ളൂ. അല്ലാഞ്ഞാലിപ്പോ ഇത് ക്ലാസ്സൊന്നും ആവൂലല്ലോ. അപ്പൊ ബദരീങ്ങൾ ആരാണെന്ന് പഠിപ്പിക്കുമ്പോഴാണ് പറയുന്നത് മുഹാജിറുകൾ അൻസാറുകൾ 2 വിഭാഗം. അതിൽ അൻസാറുകൾ അള്ളാഹു വാഴ്ത്തു നോക്കി ഇതുപോലെ 6 ഗുണം. അത് മുഹാജിറുകളുടെ ഗുണമല്ല. വല്ലദീന തബവ്വഉദ്ദാറ വല്ലീമാന, വല്ലദീന യാതൊരു വിഭാഗത്തിനുമാണ് നിങ്ങളുടെ ധനം കൊടുക്കേണ്ടത്. തബവ്വഉ, അവർ മുൻപേ താമസിച്ചു വന്നിരിക്കുന്നു, ഒരുങ്ങി വന്ന് താമസിച്ചവരാണവർ. അദ്ദാറ, മദീനയിൽ. മദീനയിൽ പണ്ടേ താമസിച്ചിരുന്നവരായ ആളുകൾ, കേവലം താമസിച്ചവരല്ല അവർ. ചരിത്രത്തിന്റെ പിന്നാമ്പുറങ്ങളിലേക്ക് പോയാൽ സഹസ്രാബ്ദങ്ങൾക്ക് മുൻപ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സഹായിക്കാനായി മാത്രം വരുന്ന ഒരു പിന്നണി വിഭാഗം വരാൻ പണ്ടുകാലത്ത് എങ്ങു നിന്നോ പ്രതിഷ്ഠിക്കപ്പെട്ട ഒരു വലിയ കുടുംബത്തിന്റെ പിന്മുറക്കാരാണ് വാസ്തവത്തിൽ ഈ കൂട്ടർ. ഇത് അല്ലാഹു സൂചിപ്പിക്കാണ് തബവ്വഉദ്ദാറ, പണ്ടേ മദീനത്ത് താമസമാക്കിയവർ. തുബ്ബഇന്റെ ഭരണകാലത്ത്, തുബ്ബഇന്റെ പടയോട്ടക്കാലത്ത്, താൻ നാടുകളൊക്കെ സഞ്ചരിക്കുന്ന കാലത്ത് മദീനയിൽ വന്നപ്പോൾ ആ മദീനയിൽ അദ്ദേഹത്തിന്റെ കൂടെയുണ്ടായിരുന്ന 400ഓളം വലിയ പണ്ഡിതന്മാരെയും ഉലമാക്കളെയും മദീനത്ത് പാർപ്പിച്ചിട്ടാണ് തന്റെ പ്രയാണത്തിൽ, തന്റെ യാത്രക്കിടയിൽ അദ്ദേഹം പോയത് എന്ന് ചരിത്രം പറയുന്നുണ്ട്. ഈ പണ്ഡിതന്മാരുടെ പിന്മുറക്കാരാണ് മദീനത്ത് അൻസാറായി റസൂലുള്ളാഹിനെ സഹായിക്കാൻ വന്ന സ്വഹാബത്ത്. വെറുതെ കിട്ടിയതൊന്നും അല്ല ഓരോ ഈ പാരമ്പര്യ ഗുണം. മക്കക്കാരെക്കാൾ സുന്ദരമായൊരു ഗുണം മദീനക്കാർക്ക് ഇന്നും ഉണ്ട് എന്ന് ഇന്നും അവിടെ പോയി താമസിക്കുന്നവർക്കും ഒന്ന് ഹജ്ജിന് പോയി വന്നവർക്കും ഒക്കെ അറിയാം. എല്ലാവരും പറയത് ഏറ്റുചൊല്ലുന്ന ഒന്നല്ലത്, അനുഭവത്തിൽ എല്ലാവർക്കും ബോധ്യപ്പെടും. ഇതെങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചാൽ അവരുടെ പ്രകൃതിയിൽ ഊട്ടപ്പെട്ട പാരമ്പര്യ ഗുണമാണത്, വെറുതെ വന്നതല്ല അത്. അപ്പൊ 400-ൽ ചില്ലാനം ആ ഉലമാക്കളുടെ പിന്മുറക്കാരായി വന്ന അൻസാറുകൾ എന്ന് പറയുന്നവർ പരമ്പരാഗതമായി തന്നെ നൂറ്റാണ്ടുകളോളം അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉയർത്തെഴുന്നേൽപ്പ് വരെ
നബിയുടെ ആഗമനം വരെ, നബിതങ്ങൾ നബിയായി നിയോഗിക്കപ്പെടുന്നത് വരെ